തൃശ്ശൂർ കാണണമെങ്കിൽ ഇനി ഡബിൾ ഡക്കറിൽ ഇരുന്ന് കാണണം. തൃശ്ശൂരിൽ നഗരം ചുറ്റി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പോകുന്ന KSRTC ഡബിൾ ഡക്കർ ബസിന്റെ ട്രയൽ റൺ ആരംഭിച്ചു. തൃശ്ശൂർ രാമനിലയത്തിന്റെ പരിസരത്ത് നിന്നും ബസ് പുറപ്പെട്ടിട്ടുണ്ട്. ബസ് അല്പസമയത്തിന് ശേഷം പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചേരും. മന്ത്രിമാരായ കെ രാജൻ, കെ.ബി. ഗണേഷ് കുമാർ എന്നിവർ ട്രയൽ റണ്ണിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വരാജ് റൗണ്ടിന്റെ ഭംഗി ഏറ്റവും ഗംഭീരമായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാഴ്ച കൂടിയാണ്. ഇപ്പം നമുക്ക് തെക്കേ ഗോപനാട, നമ്മളൊക്കെയും പൂരത്തിന് നിന്ന് ഏറ്റവും ഗംഭീരമായി പൂരം ആസ്വദിക്കുന്ന തെക്കേ ഗോപനാടയിലേക്ക് ഇപ്പോൾ എത്തിച്ചേരും. ഇപ്പോൾ തേക്കിൻകാടിലൂടെ അങ്ങ് തേക്കുകളുടെയൊക്കെ ഗംഭീരമായ കാഴ്ചയുണ്ട്, ആലുണ്ട്. മരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ, തൃശ്ശൂർ നഗരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാഴ്ച സമ്മാനിക്കുന്ന ഈ വടക്കുന്നാഥനെ ചുറ്റി യാത്ര എന്ന് പറയുന്നത് അതിഗംഭീരമായ യാത്ര. ഈ യാത്രയിൽ ഇതിൻ്റെ നാഥനും കൂടിയുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചുള്ളൂ, അടുത്ത് എന്താണ് മേയർ ചെയ്യാൻ പോകുന്നതെന്ന രാഷ്ട്രീയം നമ്മൾ നേരത്തെ സംസാരിച്ചുള്ളൂ. ഇനി മത്സരത്തിനുണ്ടാകുമോ എന്നൊക്കെ സംസാരിച്ചാണ്. പക്ഷേ മത്സരത്തിനുണ്ടായില്ലെങ്കിലും ഇപ്പോൾ ആളിവിടെ തൃശ്ശൂരിൻ്റെ നാഥനാണ്. ഈ യാത്രയ്ക്കൊപ്പം ഉണ്ട്. എന്ത് തോന്നുന്നു ഇങ്ങനെ ഡബിൾ ഡക്കർ യാത്രയാണ്? ഇത് വലിയ മാറ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുക. നമ്മൾ മനസ്സിലാക്കണം, ഇനി തൃശ്ശൂർ ലോകോത്തര നിലവാരത്തിലേക്ക് അറിയാൻ പോവുകയാണ്. കാരണം ഏഷ്യയിൽ തന്നെ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ ഏകദേശം 5 ലക്ഷത്തോളം മുതൽ 50 ലക്ഷം വരെ ആൾക്കാർ ഒരു വർഷം വന്നു പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് തൃശ്ശൂർ. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും ഇത് തൃശ്ശൂരിൻ്റെ വലിയ മാറ്റമുണ്ടാക്കും, വളർച്ചയുണ്ടാക്കും. കേരളത്തിൽ ഒന്നാമത്തെ ഒരു ജില്ലയായി മാറാൻ പോകുന്നു. അത് വലിയ ഒരു ഭാഗമായിട്ട് ഞാൻ കാണുന്നു.